ഷാലോം ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും ഈ ഡെയിലി മിററിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ ചിന്താവിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഏതാനും ചില വാചകങ്ങളെ കേന്ദ്രീകരിച്ചാണ്. കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവരാകണം. അന്ധരായിട്ട് നമ്മൾ നടക്കരുത്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഫരിസയരും സദുക്കായരും യേശുവിനെ പരീക്ഷിക്കാൻ വന്നു. തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നൊരടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു. എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളങ്ങൾ അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമില്ലാതെ മറ്റാരുടെയും ഒരടയാളവും അതിന് നൽകപ്പെടുകയില്ല. അതായത് ഈശോയോട് അവർ അടയാളങ്ങൾ ചോദിക്കുകയാണ്. എന്തടയാളങ്ങൾ? നീ രക്ഷകനാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന മിശിഹായാണ് എന്നതിനുള്ള അടയാളങ്ങളാണ് ചോദിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയായിരിക്കും? അവർ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ഈശോയ്ക്ക് ലഭ്യമായ, അല്ലെങ്കിൽ ആ ചെകുത്താൻ്റെ പരീക്ഷണം, മരുഭൂമിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ഉപവസിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ചെകുത്താൻ വെച്ചു കൊടുക്കുന്ന 3 പരീക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണ്? കല്ലുകളോട് അപ്പമാകാൻ പറയുക. മിശിഹ വരുമ്പോൾ എന്താ സംഭവിക്കുക? എല്ലാം തേനും പാലും ഒഴുകുന്ന രാജ്യമായി, നാടായി, പലസ്തീനായി മാറ്റും. അപ്പത്തിനൊരു ക്ഷാമം ഉണ്ടാവില്ല, ഇഷ്ടംപോലെ അപ്പമുണ്ടാകും. അപ്പോൾ ഈ സാത്താൻ പറയുകയാണ്, ദേ ഇതൊക്കെ അങ്ങ് കല്ലാക്കി കഴിഞ്ഞ് പെട്ടെന്ന് ആൾക്ക് മനസ്സിലാവും നീ മിശിഹായെന്ന്. ഇതൊക്കെ പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ വിശ്വസിച്ചിരുന്നത്. മിശിഹ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് വലിയ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്, ഇതെല്ലാം സംഭവിക്കുമെന്ന്. അപ്പോൾ ചെകുത്താൻ പറയുന്നത്, ഇതങ്ങോട്ട് ശരിയാക്കിയുണ്ടല്ലോ, എല്ലാവരും നിന്നെ സ്വീകരിച്ചോളും. കർത്താവ് പറഞ്ഞതേ, ഈ അപ്പം മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൂടി ഉണ്ടെങ്കിലേ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നെ പരീക്ഷിക്കുകയൊന്നും വേണ്ട. ഞാനതാ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ഞാൻ തന്നെയാണ്. ആ വചനം നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ അപ്പം കൊണ്ട് എന്താ കാര്യമുള്ളത്? രക്ഷകൻ വരുമ്പോൾ, മിശിഹ വരുമ്പോൾ അപ്പം ഒരുപാട് കൊടുക്കുമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ വചനം കൊടുക്കാതെ കാര്യമില്ല. ആ വചനം ഞാൻ തന്നെയാണ്. അപ്പോൾ ചെകുത്താന് തോന്നിയത് നടക്കുകയില്ല. അതുകൊണ്ട് അവൻ 2ാമത്തെ പ്രലോഭനം എടുത്തിട്ടു. എന്താണത്? ഗോപുരത്തിൽ, ദൈവാലയത്തിൻ്റെ ഗോപുരത്തിൽ നിന്ന് എടുത്തു ചാടുക. അതും ഈ മിശിഹായുടെ വരവിനോടനുബന്ധിച്ചുള്ളൊരു പ്രതീക്ഷയായിരുന്നു. രക്ഷകൻ വരുമ്പോൾ ഇങ്ങനെ ആർക്കും അറിഞ്ഞൂടെ എവിടുന്നാണ് വരിക എന്ന്. ദൈവാലയത്തിന് നടുക്കേക്ക്, ഇങ്ങോട്ട് ജെറൂസലം ദൈവാലയത്തിന് നടുവിലേക്ക് അവനിങ്ങനെ ചാടി ഇറങ്ങും. അപ്പോൾ അതിൻ്റെ സൂചനയായിട്ടാണ് ഈ പിശാച് പറയുന്നത്, നീ അങ്ങോട്ട് ചാട്. അപ്പോൾ ഈ സൂചന ആളുകൾക്കറിയാം അത് മിശിഹായുടെ വരവിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവർ വിശ്വസിച്ചോളും. ഈശോ പറഞ്ഞു, അത് ദൈവത്തെ പരീക്ഷിക്കാതെ അതൊന്നും ശരിയാകുകയില്ല. എന്നെ കണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിച്ചാൽ മതി. 3ാമത്തെ പരീക്ഷണം ഇപ്പോൾ ചെകുത്താൻ കേട്ടു. സകല സമ്പത്തും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റേതാണ്, ഒരു നിമിഷം നീ എന്നെ ആരാധിച്ചു, ഇതെല്ലാം നിനക്ക് തരും എന്ന് പറഞ്ഞാൽ നീ മിശിഹായാണെന്ന് മറ്റുള്ളവർക്ക് തെളിവ് കൊടുക്കത്തക്ക രീതിയിൽ ഞാനിതെല്ലാം നിനക്ക് തരും, ഇതെല്ലാം നിനക്ക് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാം. അപ്പോൾ അവർ വിശ്വസിച്ചോളൂ, ഇത് മിശിഹായുടെ വരവ് തന്നെയാണ്, മിശിഹ തന്നെയാണ്, സംശയമില്ല.
അവിടെയും കർത്താവ് പറഞ്ഞു, നീ പോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. അവനെ പറഞ്ഞു വിട്ടു. പ്രിയമുള്ളവരെ, ഈ തരത്തിലുള്ള അടയാളങ്ങളാണ് കർത്താവിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളൊരു വികാരിച്ചനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? സ്കൂൾ പണിതോ, പള്ളി പണിതോ, പള്ളിമുറി പണിതോ, റബ്ബർ തോട്ടം വെച്ച് പിടിപ്പിച്ചോ? ഇല്ല, അച്ഛനൊരു കഴിവില്ല, കഴിവില്ല. അച്ഛൻ പ്രാർത്ഥിച്ച് എല്ലാവരെയും വിശുദ്ധരാക്കിയോ? അങ്ങനത്തെ ചോദ്യമൊന്നുമില്ല. നമ്മുടെ പൊതുയോഗങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? നമ്മുടെ പൊതുയോഗങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. കണക്കിനെയും കാശിനെയും കുറിച്ചല്ലേ ഈ വഴക്ക് മുഴുവൻ. കെട്ടിടം വാടകയ്ക്ക് കൊടുത്തതിനെക്കുറിച്ച്, പള്ളി പണിതതിനെക്കുറിച്ച്, സ്കൂൾ പണിതതിനെക്കുറിച്ച്, സ്കൂൾ കിട്ടാത്തതിനെക്കുറിച്ച് നമ്മുടെ വ്യഗ്രത മുഴുവൻ അതാണ്. നേരെ മറിച്ച് ഈശോ പറയുന്നത് എന്താണ്? മിശിഹ വരുമ്പോൾ അതൊന്നും അല്ല സംഭവിക്കേണ്ടത്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അത് പറയും, ഒരു പുതിയ ആത്മാവിനെ നിങ്ങൾക്ക് ഞാൻ തരും. മാംസളമായ ഹൃദയം, നിങ്ങളുടെ കല്ല് പോലുള്ളത് എടുത്തു മാറ്റിയിട്ട് അത് ഞാൻ നിങ്ങൾക്ക് തരും. ശുദ്ധജലം കൊണ്ട് ഞാൻ നിങ്ങളെ തളിച്ച് ശുദ്ധീകരിക്കും. അതൊക്കെയാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടയാളങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അടയാളങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ. നമ്മൾ പലപ്പോഴും ഇതിനെ ഒരു സാമൂഹ്യ ശക്തിയായിട്ടാണ് നമ്മുടെ സമൂഹത്തെ കാണുക. ശരിയാണ്, നമ്മൾ സാമൂഹ്യ ശക്തി തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, നന്മ പ്രവൃത്തികൾ എന്തുകൊണ്ടാണത് ഉണ്ടാകുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുടെ പ്രതിഫലനം മാത്രമാണത്. അതിൽ നിന്ന് താനേ ഉണ്ടാകുന്ന ഒന്നാണ്. നമുക്കറിയാം, റബ്ബർ വെട്ടുന്ന സ്ഥലത്ത് ചെന്ന് അറിയാം. ഈ റബ്ബറേക്കടെ പാല് ഒലിച്ചു വന്ന അതിനർത്ഥം എന്താ? ഒന്നുകിൽ റബ്ബർ വെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിലും ആരെങ്കിലും കല്ലെടുത്ത് ഇടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഏതായാലും റബ്ബറിൻ്റെ തൊലി പൊട്ടിയിട്ടുണ്ട്, ഉറപ്പല്ലേ? അപ്പോൾ ആ തൊലി പൊട്ടുക എന്നുള്ളതിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഈ പറയുന്ന പാലൊഴുകി വരിക എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വയ്ക്കുകയും ആശുപത്രി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു പ്രതിഫലനമായിട്ട്, പ്രത്യാഘാതമായിട്ടുള്ള കോൺസിക്വൻസ് ആയിട്ട് മാറണം. അങ്ങനെ മാറുമ്പോഴേ അതിനർത്ഥമുള്ളൂ. പക്ഷെ ഇപ്പം എന്താ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും പറയും, നമുക്കൊരു സ്കൂൾ വേണം, അത് കാശ് എവിടെയാണ്? നമുക്കുണ്ടാകും കാശ്, എങ്ങനെയാണ്? അത് അധ്യാപകരോട് മേടിക്കണം, ഇങ്ങനെയൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്രൈസ്തവ ജീവിതമില്ല, നമുക്ക് ഈ സ്ഥാപനങ്ങൾ മതി. അതല്ല, അങ്ങനെയുള്ള അടയാളങ്ങളല്ല നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ മിശിഹായുടെ അനുയായികളാക്കി മാറ്റുന്നത്. നേരെ മറിച്ച് സത്യസന്ധമായിട്ടുള്ള ജീവിതം, വിശുദ്ധമായിട്ടുള്ള ജീവിതം, അതിൽ നിന്നുദ്ഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ ഒരിക്കലും അനീതി നിറഞ്ഞതാവുകയില്ല. ആ പ്രവൃത്തികൾ എപ്പോഴും നമ്മൾ എന്തായിത്തീർന്നുവോ അതിനനുസരിച്ചുള്ളതായിരിക്കും. നേരെ മറിച്ച് നമ്മൾ അങ്ങനെ ആയിത്തീരാതെ ഈ കാര്യങ്ങൾ മാത്രം നടത്തുമ്പോൾ അത് അനീതി നിറഞ്ഞതാണ്. കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ് യോനായുടെ അടയാളം മാത്രമേ നൽകുകയുള്ളൂ, വേറെ ഒരു അടയാളം നൽകുക. ഞാൻ എടുത്തുചാടുകയില്ല, അപ്പം ഉണ്ടാക്കുകയില്ല, ഒന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും 5 അപ്പം കൊണ്ട് 5000 പേരൊക്കെ തീറ്റി. അതൊരു സൂചനയാണ് കർത്താവ് കൊടുത്തത്. അതുപോലെ തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് വെള്ളത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് വീഞ്ഞാക്കുന്നു. അതും ഈ മിശിഹായെക്കുറിച്ചുള്ള പ്രവാചക സങ്കല്പങ്ങളിലുള്ളതാണ്. മിശിഹ വരുമ്പോഴിങ്ങനെ വീഞ്ഞൊക്കെ ഒഴുകും. അതുകൊണ്ടാണ് ആവശ്യമുള്ളതിൽ വളരെ കൂടുതൽ വീഞ്ഞ് അവിടെ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ അത്രയും വീഞ്ഞൊന്നും ആവശ്യമില്ലാതെ, പക്ഷേ ഈശോ അത്രയും ഉണ്ടാക്കി. കാരണം അത് ഒരു സൂചനയാണ്. അപ്പോൾ ഈശോ പ്രവർത്തിച്ച ഒരടയാളമാണത്. എന്തിനു വേണ്ടിയിട്ട്? താൻ മിശിഹായാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് 2ാമത്തെ രഹസ്യത്തിൽ ഇതാ പറയുന്നത്. മാതാവിൻ്റെ മധ്യസ്ഥതയാൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഈശോ വെള്ളം വീഞ്ഞാക്കി ആദ്യത്തെ അടയാളം കാണിച്ചു. അത് പോരാ, എന്തിനത് കാണിച്ചതെന്ന് പറയണം. ആദ്യത്തെ അടയാളം കാണിച്ചെന്ന് പറഞ്ഞാൽ ഈശോ നല്ല വീഞ്ഞൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അതല്ല. അതിലുപരി ആ രഹസ്യം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? അത് പൂർണ്ണമാകുന്നത് ഈ അടയാളം കാണിച്ചത് എന്തിനാണ്? അവൻ മിശിഹായാണെന്നും മിശിഹായുടെ പ്രവൃത്തികൾ നിങ്ങൾ തുടരണമെന്നും പറയാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ആ രഹസ്യം നമ്മൾ ഓർത്തില്ലെങ്കിൽ വെറുതെ ചുമ്മാ ഒരു പ്രസ്താവന നടത്തി പിരിയുകയായിരിക്കും.
ഈ അടുത്ത ദിവസങ്ങളിൽ ഒരാൾ എനിക്ക് എഴുതി ഇമെയിലിൽ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ നമ്മുടെ കല്യാണത്തിൻ്റെ ക്രമത്തിൽ വായനയായിട്ട് സുവിശേഷത്തിൽ എടുത്തിരിക്കുന്ന കാനായിലെ കല്യാണ വിരുന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിങ്ങനെ വായിച്ച് നിർത്തിയിട്ട് എന്താ, അതൊരു കല്യാണമായിട്ടൊരു ബന്ധമില്ല അതിന്. ഈശോ അത് പറഞ്ഞത് കല്യാണത്തെക്കുറിച്ച് പറയാനും അല്ല. പിന്നെ എന്തിനാ അതവിടെ വായിക്കാൻ കൊടുത്തിരിക്കുന്നതാണ്? അതിനകത്തൊരു വസ്തുത ഇല്ലാതില്ല. കാരണം അവിടെ പ്രധാനമായിട്ട് ഈ കല്യാണത്തിനൊക്കെ വരുന്ന പലപ്പോഴും അക്രൈസ്തവ ഒരുപാട് വരും. ഈ വീഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് നിർത്തി കഴിയുമ്പോൾ അവർ വിചാരിക്കും ഇത് ഈ ക്രിസ്ത്യാനികളെല്ലാം ഇങ്ങനെയാണ്. അതിന് ശരിയായിട്ടുള്ള അർത്ഥം നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് ആ വായന മാറ്റി വേറൊരു വായന ആക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ്, ഞാനത് വിചാരിക്കുന്നത്. അപ്പോൾ ഈ അടയാളങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ കാണിച്ചത്? താൻ രക്ഷകനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ് താൻ. അതുകൊണ്ട് അടയാളങ്ങളിലൂടെ കാണേണ്ടത് മിശിഹായെയാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ വായിക്കണം. അത് ഈശോയെക്കുറിച്ചുള്ളത്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് അത് മാത്രമല്ല, അതിലുപരിയായിട്ട് ഇന്ന് നമ്മളുടെ ക്രൈസ്തവ ജീവിതം കടന്നു പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷേ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഒരു പക്ഷേ ഈ അടയാളങ്ങൾ മനസ്സിലാക്കാത്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ളൊരു നമ്മളാണെന്നുള്ളത് നിർഭാഗ്യവശം അങ്ങനെയാണെന്ന് ഞാൻ പറയും. കാരണം അടയാളങ്ങൾ വായിക്കുന്നതിൽ നമ്മൾ വളരെയധികം പരാജയപ്പെടുന്നു. നമുക്കറിയാം, നമ്മൾ ഇനിയും സ്ഥാപനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ തുടങ്ങുകയാണ്. നമുക്കറിയാം, ഒരു 30 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും പ്രൊഫഷണൽ വിദ്യാഭ്യാസവും ഒക്കെ അടിമുടി മാറിയിരിക്കും. കാരണം എന്താണ്? അത് നമ്മൾ വായിച്ചു നോക്കി അറിയാം. പലപ്പോഴും ശാസ്ത്രലോകത്തിൻ്റെ നിരീക്ഷണങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് ഒരു കമ്പ്യൂട്ടർ മേഖല വളർന്നു വരുന്നുണ്ട്. ഇന്നുള്ള ഒരുപാട് കാര്യം, ഏതാണ്ട് 30% ജോലികൾ ചെയ്യാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മതി. ഇന്ന് പലയിടത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ മേഖലകളിൽ ജോലിയെടുക്കുന്ന ആളുകൾ എങ്ങോട്ട് പോകും? ഈ മേഖലകളിലേക്ക് ജോലിയെടുക്കാനായിട്ട് പരിശീലിപ്പിച്ച് വിടുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ ഇതിലേ പോകും. ഈ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയണ്ടേ? ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ കുറേ കഴിയുമ്പോൾ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് മാറും, വെള്ളാനകളായിട്ട് മാറും. നമുക്കറിയാം, ഒരു 30-40 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ പോലെ ആശുപത്രി ആവശ്യം വരികയല്ല, ഡോക്ടർമാരുടെ ആവശ്യം വരികയല്ല. കാരണം ഒരു ഡോക്ടർക്ക് തന്നെ ലോകത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കുള്ള ചികിത്സ നിശ്ചയിക്കാൻ പറ്റും. ആ രീതിയിൽ അത് വരുന്നത്. ഒരു അധ്യാപകന് ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്നും എവിടെയുള്ള കുട്ടികൾക്കും ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നത്. എന്തിനറിയാം, അടുത്ത ദിവസങ്ങൾ കണ്ട് ജപ്പാനിലൊരു സ്ഥലത്ത് ഈ മസാജ് നടത്തുന്ന പാർലറുകൾ, അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദം തന്നെ ആയിക്കോട്ടെ, ആയുർവേദ തിരുമ്മലുകൾ, അതിനൊരു തരം റോബോട്ടിക് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ തിരുമ്മുകാരുടെ ജോലി അവിടെ പോകും. അതുപോലെ തന്നെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ 1980, 81 ഈ ബെൻസ് കാറിൻ്റെ ഫാക്ടറിയിൽ ഞങ്ങൾ റോമിൽ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ ജോലി ചെയ്തിട്ടുണ്ട്. അന്നെല്ലാം കൈകൊണ്ടായിരുന്നു, അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബെൻസിൻ്റെ കമ്പനിയിൽ, അത്രയും വലിയ കമ്പനിയിൽ ഒരു 10-15 പേര് കൂടുതൽ ജോലി എടുക്കുന്നുണ്ടാവുമെന്ന്. ബാക്കിയെല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. ഒരു ജോലിക്കാരൻ പോലും ഇല്ലാത്ത ഫാക്ടറികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രവർത്തന ശൈലികൾ മാറ്റേണ്ടതില്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള വലിയ ചെലവ് കൂടിയ പള്ളികളൊക്കെ പണിയുന്നുണ്ട്. ഈ പള്ളികൾ എന്തിനാണ് പണിയുന്നത് എന്ന് നമുക്കൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? നമ്മുടെ തലമുറകൾ എങ്ങോട്ടൊക്കെ പോകുന്നു? അടുത്ത 30 കൊല്ലത്തിനുള്ളിൽ ഈ തലമുറകൾ ഇവിടെ ഉണ്ടാകുമോ? അല്ലെങ്കിൽ വേറൊരു ചോദ്യം, അടുത്ത 30 കൊല്ലത്തിനുള്ളിൽ ഏത് തരത്തിലുള്ള പള്ളികളിലേക്കായിരിക്കും ആളുകൾ പോവുക? അവർ വലിയ ഭംഗിയുള്ള പള്ളികളിലേക്കായിരിക്കുമോ അതോ മറ്റ് ചില സൗകര്യങ്ങളുള്ള പള്ളിയിലേക്കായിരിക്കുമോ? ഏതായാലും 30 കൊല്ലം കഴിയുമ്പോൾ ഒരു 90% പേർക്കും വാഹനമുണ്ടാകും. അപ്പോൾ 1000 വീട്ടുകാരുള്ള ഒരു ഇടവകയിൽ 3 കുർബാനയുണ്ടെങ്കിൽ എല്ലാവരും വരികയാണെങ്കിൽ 300 വീട്ടുകാരെങ്കിലും ഒരു കുർബാനയ്ക്ക് വരണം. 2 പേരെ 3 പേരെ വെച്ച് കൂട്ടിയാൽ അത് എത്രയായി?
എണ്ണം കുറയായി 600, 700, 900 ഒക്കെ ആകും. അപ്പോൾ ഇവരുടെ എല്ലാം വണ്ടി കൊണ്ടിടാൻ സ്ഥലം വേണ്ടേ? ചുരുക്കി പറഞ്ഞു വരുന്നത്, പാർക്കിംഗ് ഉള്ള സ്ഥലത്തെ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ പള്ളി വരുവുള്ളൂ. നമ്മൾ പള്ളി മുകളിലേക്ക് പണിതിട്ട് മാത്രം കാര്യമില്ല, ഈ വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ആളുകളുടെ ജീവിതശൈലി മാറി വരികയാണ്. ഇപ്പോൾ മിക്കവരും തന്നെ ഷൂസ് ഇട്ട് വരുന്നു. ഷൂസ് ഇട്ട് വരുന്ന കുട്ടികൾ ഇന്ന് വരുന്നവർ വലുതായി കഴിയുമ്പോൾ ആ ഷൂസ് എല്ലാം ഊരി വെക്കണമെന്ന് പറഞ്ഞാൽ അതവർ ചെയ്യല. അതിലും ഭേദം അവർ പറയും വീട്ടിലിരുന്നേക്കാൻ, പള്ളി പോകുന്നില്ലെന്ന് പറയും. ഈ ഷൂസ് ഒന്നും ഒരു ഞങ്ങളെ കണ്ടാകുകയല്ല. അപ്പോൾ നമ്മൾ ഷൂസ് ഊരണമെന്ന് പറഞ്ഞാൽ പിന്നെ നടക്കുമോ? പിന്നെ നമുക്കറിയാം, ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും നല്ല വസ്ത്രമൊക്കെ ഇട്ട് പാൻസൊക്കെ ഇട്ട് ഷൂസ് ഇട്ട് വരുന്നവരോട് നിലത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അവരിയ്ക്കുകയല്ല. കാരണം എന്താ? അതൊന്നും ഊരാതിരിക്കാൻ പറ്റുകയല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഞാൻ കാണാറുണ്ട്, അവർ ഷൂസ് ഊരാതെ പള്ളിക്കകത്ത് കയറും. എന്നിട്ട് അവർക്ക് ഇരിക്കാൻ ഒരു കസേര കൊടുക്കുകയില്ല. എന്ത് ചെയ്യും? പടിഞ്ഞിരിക്കണം. പടിഞ്ഞിരിക്കുമ്പോൾ അവർക്കൊന്നും മേലാത്ത അവസ്ഥ വരും. അങ്ങനെയൊന്നും ഇന്നത്തെ തലമുറ ഇരിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നമ്മുടെ അതുപോലെ ഈ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിലുമെല്ലാം അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ജോലിയെക്കുറിച്ചുള്ള സങ്കല്പം, കൃഷിയെക്കുറിച്ചുള്ള സങ്കല്പം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിലാപകാവ്യമാണ് കർഷകരെക്കുറിച്ചുള്ളത്. നമുക്ക് പ്രശ്നം എന്താണ്? റബ്ബറിന് വിലയില്ല, നെല്ലിന് വിലയില്ല, അടയ്ക്കായ്ക്ക് വിലയില്ല, തേയിലയ്ക്ക് വിലയില്ല, കാപ്പിക്ക് വിലയില്ല, കുരുമുളകിന് വിലയില്ല. പിന്നെ എന്തിനാ വിലയുള്ളത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഈ കുരുമുളകിനൊക്കെ വിലയുണ്ട്, റബ്ബറിന് വിലയുണ്ടാകും. പക്ഷേ നമ്മൾ ഈ ലോകത്തിൻ്റെ പോക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ വിലയുണ്ടാകും. ഇനി അത് മാത്രമല്ല, ആധുനിക കൃഷി രീതികളിലേക്ക് നമ്മൾ അതിലേക്ക് പ്രവേശിക്കണം. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ഈ യൂട്യൂബിൽ നിന്നൊക്കെ വീഡിയോകൾ കാണുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് കൃഷി രീതികളെക്കുറിച്ച്, പുതിയ പുതിയ കൃഷി രീതികൾ, പൊതുവെ എനിക്ക് കൃഷിയോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് വെറും കൃഷിയല്ല, ജൈവ കൃഷി അങ്ങനെയുള്ളത്, കൂടുതൽ ഉൽപ്പാദനം കുറഞ്ഞ സ്ഥലത്ത് നിന്ന്. അപ്പോൾ അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള 3 കൃഷി രീതികളെല്ലാം ബന്ധപ്പെട്ടതാണ്. ആക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്. കേട്ടാൽ വലിയ വാക്കുകളാണ്, പക്ഷേ അങ്ങനെ വലിയ വാക്കുകളൊന്നും അല്ലത്. ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ ടൺ കണക്കിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ചില സ്ഥലങ്ങൾ. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത്, ന്യൂയോർക്ക് പോലെയുള്ള വലിയ സിറ്റികളുണ്ട്. അവിടെയൊക്കെ അവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് ഭൂമിയിലല്ല അവർ കൃഷി ചെയ്യുന്നത്, നേരെ മറിച്ച് വലിയ സ്റ്റേഡിയം പോലെയുള്ള, ഇൻഡോർ സ്റ്റേഡിയം പോലെയുള്ള കെട്ടിടങ്ങൾക്കകത്ത് മൾട്ടി സ്റ്റോറീഡായിട്ട് പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുകയാണ്. അതിനാവശ്യമായ പ്രത്യേകതര ലൈറ്റിങ്സ്, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്ന സംവിധാനങ്ങൾ, വളവും വെള്ളമെല്ലാം ഒന്നിച്ച്, ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റുകളുടെയൊക്കെ അടുത്ത്, വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് ഇത്തരം കൃഷി സ്ഥലങ്ങളുണ്ട്. വളരെ ഫ്രഷ് ആയിട്ടുള്ള സാധനം ഓരോ ദിവസവും കൊണ്ടുവെക്കും അവിടെ. അതുപോലെ ചില വലിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവിടെ. അവർക്ക് സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള കൃഷി ഫാമുകളുണ്ട്. എല്ലാ ദിവസവും രാവിലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നു. ഓർത്ത് നോക്കുക, നമ്മൾ 50 ഏക്കറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അവരൊരു 5000 ചതുരശ്ര മീറ്ററിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി പറയുക, നമുക്കിത്രയും സ്ഥലമുണ്ട്, ഇവിടെ കൃഷി സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കെന്ത് ഇങ്ങനെയുള്ള ചില മെത്തഡോളജി ഒന്ന് സ്വീകരിക്കാൻ പറ്റാത്തത്? ഇവിടെ എന്നും പട്ടിണിയാണല്ലോ. നമുക്ക് ഈ പട്ടിണി ഇല്ലാതാക്കാൻ മാർഗമുണ്ട്. പക്ഷേ നമ്മളതിനെ ആ രീതിയിലൊന്ന് ചിന്തിക്കണമെന്ന് മാത്രം. നമ്മുടെ അനാവശ്യമായിട്ടുള്ള പിടിവാശികൾ, അനാവശ്യമായിട്ടുള്ള ചില പാരമ്പര്യവാദങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് കഴിയും. ഒരു പക്ഷേ നമ്മുടെ സഭാപരമായ ചുറ്റുപാടുകളിൽ ചിന്തിക്കാനുള്ള ചില കാര്യങ്ങളാണിതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മക്കളല്ലേ നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത്. ഇന്നത്തെ പരമ്പരാഗത വേദപാഠ ശൈലി എത്ര കാലം നിലനിൽക്കും എന്നെനിക്ക് ബലമായ സംശയമുണ്ട്. ഇന്ന് നമ്മൾ 8, 10, 50 കോടിയുടെ പള്ളി പണിയുമ്പോൾ അതിൽ കൂടുതലൊന്നും വേണ്ട, ഒരു 50 ലക്ഷമെങ്കിൽ മുടക്കി നമ്മുടെ മക്കൾക്ക് ചേരുന്ന, മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ ബൈബിളിനെയും നമ്മുടെ ആരാധനക്രമത്തേക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഞാൻ ചുമ്മാ ചോദിക്കുകയാണ്. എൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് ആശ. അപ്പോൾ കാലത്തിൻ്റെ അടയാളങ്ങൾ കർത്താവ് പറയുന്നു, യോനായുടെ അടയാളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് യോന പോയ വഴി ഒന്നും അല്ല ദൈവം വിട്ടത്. ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട്.
ആ വഴിയെ നമ്മൾ മാറ്റിവിടാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല അത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വഴി തിരിച്ചറിഞ്ഞ് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ സാധനങ്ങൾക്ക് വിലയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച്, അല്ലെങ്കിൽ മക്കൾ പള്ളിയിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകേണ്ടതാണ് നമ്മൾ. അങ്ങനെ പോയിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ പാശ്ചാത്യ സഭയെ കണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടതാണ്. ഇന്നും പാശ്ചാത്യ സഭയിൽ കാര്യമായ ഒരു മാറ്റവും ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. അതുതന്നെയാണ് അവരുടെ പരാജയത്തിന് കാരണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മാറി വരുന്ന തലമുറകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണ്. കുട്ടികളുടെ വലിയ മീറ്റിങ്ങുകളിൽ, ചെറുപ്പക്കാരുടെയൊക്കെ വലിയ മീറ്റിങ്ങുകളിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുന്നവരറിയാം. അവരുടെ മനസ്സിലുദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച്, നമ്മുടെ ആരാധനക്രമത്തെക്കുറിച്ച്, അതിലുള്ള പ്രതീകങ്ങളെക്കുറിച്ച് പലപ്പോഴും പലർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മക്കൾ അതെല്ലാം ഇട്ടിട്ട് പോകും. നേരെ മറിച്ച് അവർക്ക് ബോധ്യം വരുന്ന രീതിയിൽ അവയെ ഒന്ന് പുനരാവിഷ്കരിക്കാൻ കഴിഞ്ഞാൽ അവരതിനകത്ത് നിലനിൽക്കും. ഓരോ ഘട്ടത്തിലും ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 30, 40, 50 കൊല്ലത്തിന് അധികം മാറ്റങ്ങൾ വരികയില്ലാത്ത കാലഘട്ടങ്ങളായിരുന്നു. ഒരു മാറ്റം ഉണ്ടാകാനായിട്ടൊരു പക്ഷേ ഒരു 50 കൊല്ലം എടുക്കുക. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, 6 മാസം കൊണ്ട് മാറ്റങ്ങളുണ്ടാകും. ഇത് നമ്മൾ കാലത്തിൻ്റെ അടയാളമായിട്ട് തിരിച്ചറിവുണ്ടാകണം നമുക്ക്. ഈ തരത്തിലുള്ള അടയാളങ്ങളാണ് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് ശൈലി മാറ്റം വരുത്തി നമ്മുടെ മക്കളെ ദൈവവിശ്വാസത്തിൽ പിടിച്ചു നിർത്തേണ്ടത്. അതുകൊണ്ട് യോനായുടെ അടയാളം നമ്മൾ മറന്നു പോകാതിരിക്കുക. നമ്മുടെ മനസ്സിലുള്ള അടയാളങ്ങളൊന്നും നമ്മൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഒരാൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില പരമ്പരാഗത ചിന്തകളുണ്ട്, അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. അത് വാശി പിടിക്കുന്നത് പ്രയോജനശൂന്യമായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ആ ഒരു മനസ്സ് ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങളിതേക്കുറിച്ച് ചിന്തിക്കുക. വിശുദ്ധ വചനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ദൈവവചനത്തിന് ഒരു സൗന്ദര്യമെന്നല്ല, നിത്യമായിട്ടുള്ള അർത്ഥമുണ്ട്. ഏത് കാലഘട്ടത്തിലും ഇതിന് ചിലതൊക്കെ നമ്മളോട് പറയുവാനുണ്ട്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒരു ജനതയോടായിരിക്കാം പറഞ്ഞത്, പക്ഷേ അതെല്ലാ കാലത്തേക്കും എല്ലാ ജനതകളോടുമാണ്. ഇന്നത് നമ്മളോടും പറയുന്നുണ്ട്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നീ ഭൂമിയിലേക്ക് വന്ന് മിശിഹ എന്ന രീതിയിലുള്ള നിൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വന്നു. നിന്നെ സ്വീകരിക്കാത്തവർ മിശിഹായെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ നിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനാണല്ലോ ശ്രമിച്ചത്. കർത്താവേ, നീ ഇതിനെല്ലാം അതിജീവിച്ചു. ഇന്നും അതുപോലെ തന്നെ കർത്താവേ, വിശ്വാസ സംബന്ധമായി മാനുഷികമായ അടിച്ചേൽപ്പിക്കലുകൾ നടക്കുമ്പോൾ യഥാർത്ഥമുള്ള വിശ്വാസ ജീവിതം എന്തെന്ന് തിരിച്ചറിയുവാൻ, വരും തലമുറകളെ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞതിലേക്ക് നയിക്കുവാൻ, ഞങ്ങളുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളെയും നീ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റി എഴുതുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ, കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.